താലി ഇറ്റേണൽ വെഡിംഗ് കളക്ഷൻസ് ബൈ ചുങ്കത് ജ്വല്ലറി. ഈ കാണുന്നത് അങ്കമാലി മുനിസിപ്പൽ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡാണ്. അങ്കമാലി മുനിസിപ്പൽ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ 120ഓളം സ്വകാര്യ ബസ്സുകൾ വന്നു പോകുന്നുണ്ട്. ഈ 120 സ്വകാര്യ ബസ്സിൽ 500-700 തൊഴിലാളികൾ ജോലി ചെയ്യുന്നുണ്ട്. അവരുടെ ആവശ്യങ്ങൾക്കായി ഉള്ള ഒരു സൗകര്യവും ഈ ബസ് സ്റ്റാൻഡിലില്ല. നിലവിലുണ്ടായ IP ടോയ്ലറ്റ് പുതിയത് കൊണ്ടുവന്ന് സ്ഥാപിച്ചിട്ട് 2 വർഷക്കാലമായി. ഒരു ദിവസം പോലും അത് മെയിൻറ്റെയിൻ ചെയ്യാനോ അത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ മുനിസിപ്പൽ അധികാരികൾ ശ്രദ്ധിച്ചിട്ടില്ല. ഇന്ന് അതിൻ്റെ അവസ്ഥ കണ്ടാൽ വളരെ ശോചനീയകരമാണ്. എല്ലാ ഡോറുകളും പൊളിച്ച് നശിപ്പിച്ചിട്ടു. നിരന്തരം അത് ക്ലീനിങ് ഇല്ല, ശുചിത്വമില്ലാതെ നശിച്ചു കിടക്കാണ്. ഈ വരുന്ന ജീവനക്കാർക്ക് അതുപോലെ തന്നെ ഇതിന് സമീപ പ്രദേശത്തുള്ള റെയിൽവേ സ്റ്റേഷൻ ആയിരക്കണക്കിന് യാത്രക്കാരാണ് ഇവിടെ വന്നു പോകുന്നത്. അവർക്ക് പ്രാഥമിക ആവശ്യം നടത്താൻ ഈ അങ്കമാലി പട്ടണത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിൽ ഒരു സൗകര്യം ഇന്നില്ല. ഞങ്ങൾ തൊഴിലാളികൾക്ക് ബാത്റൂം അല്ലാതെ വേറെ ആശ്രയങ്ങളൊന്നുമില്ല. ഞങ്ങൾ ഇവിടെ 100 വണ്ടിക്കാർ ഇവിടെ കയറി ഇറങ്ങി പോകുന്നുണ്ട്. ഞങ്ങൾക്ക് ഈ ടോയ്ലറ്റ് അല്ലാതെ വേറെ ഒരു ആശ്രയമില്ല. ഇപ്പം നിലവിൽ ഇവിടെ ടോയ്ലറ്റ് ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടിലാണ് ഇവിടെ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ കാലടിയിൽ ബ്ലോക്ക് കഴിഞ്ഞ് വായു പിടിച്ച് വന്നിട്ടാണ് ഒന്ന് പോകാൻ പറ്റുന്നത് തന്നെ. യാത്രക്കാർക്കും പോകാൻ പറ്റാത്ത അവസ്ഥയിലാണ്. അവിടെ ഒരു ടോയ്ലറ്റ് ഉള്ളതാണെങ്കിൽ അവരുടെ സൗകര്യത്തിൽ നമുക്ക് കിട്ടുള്ളൂ. ഓരോരോ ബുദ്ധിമുട്ടുകൾ ഞങ്ങൾക്കുണ്ട്. ഈ ടോയ്ലറ്റ് ഒന്ന് മാറ്റി പുതിയൊരു ടോയ്ലറ്റ് ഇതൊന്നും എന്തായാലും ഞങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. ആണ് പരിസരത്തേക്ക് എടുക്കാൻ പോലും പറ്റാത്ത ഒരു അവസ്ഥയാണ് ഈ ടോയ്ലറ്റിനുള്ളത് തന്നെ. ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ ഉള്ള ഒരു ടോയ്ലറ്റ് സംവിധാനം ഇവിടെ ഇല്ല. നിലവിലുള്ള IP ടോയ്ലറ്റ് ഇനി ഉപയോഗിക്കാൻ പറ്റാത്ത സാഹചര്യം. രാത്രി കാലങ്ങളിൽ അന്യ സംസ്ഥാനക്കാരുടെ മിസ്യൂസ് ചെയ്ത് പലവിധ കഞ്ചാവ് അത് വിട്ട് മറ്റുള്ള അഹിംസാ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്ന ഒരു മേഖലയായി ഇത് മാറി. വർഷക്കാലം പിടിച്ചതോടുകൂടി ഈ ഏരിയ എല്ലാം ഒരു നാറി വൃത്തിഹീനമായ ഒരു സാഹചര്യത്തിൽ മാറി പകർച്ചവ്യാധി പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യത്തിലായിരിക്കുകയാണ്. ഇത് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അങ്കമാലി കാലത്താണി കൊരട്ടി മേഖലയിൽ ബസ് ഉടമ സംഘടന രേഖാമൂലം കത്ത് നൽകിയിട്ടുള്ളതാണ്. പക്ഷേ ഇന്ന് വരെയും അതിനൊരു നടപടിയെടുക്കുവാൻ തയ്യാറായിട്ടില്ല. അതുകൊണ്ട് ബസ് ഉടമ സംഘടന എന്ന നിലയ്ക്ക് ഞങ്ങൾക്ക് പറയാനുള്ളത് എത്രയും പെട്ടെന്ന് ഈ വൃത്തിഹീനമായ IP ടോയ്ലറ്റ് ഇവിടെ നിന്ന് മാറ്റി ഇവിടെ വരുന്ന യാത്രക്കാർക്കും ജീവനക്കാർക്കും നല്ല രീതിയിൽ ശുചിത്വമായ ഒരു ബാത്റൂം സംവിധാനവും കുടിവെള്ളവും ഒരുക്കി തരണമെന്നാണ് ഞങ്ങൾക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്.